എങ്ങനെയാണ് ചൈൽഡ്ഹുഡ് ട്രോമാസ് പ്രസൻറ്റ് ലൈഫിൽ നമ്മളെ സ്വാധീനിക്കുന്നത് എന്നുള്ളത്? നമ്മുടെ ചൈൽഡ്ഹുഡ് എക്സ്പീരിയൻസ് പലപ്പോഴും നമ്മളെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഉണ്ടാക്കാം. സൈക്കോ ഇപ്പോൾ നമ്മൾ അതിരൻ മൂവി കണ്ടാൽ അതിൽ ഫഹദ് ഫാസിലിൻ്റെ ഒരു ക്യാരക്ടറുണ്ട്. അവർക്ക് നോർമലി ഡെലൂഷൻ വരുന്നുണ്ട്, ഇലൂഷൻ വരുന്നുണ്ട്, ഹാലൂസിനേഷൻ വരുന്നുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് അവരിൽ ഉണ്ടാക്കി വെച്ചതാണ്. പേഴ്സണാലിറ്റി ഡിസോർഡർ 25% നമ്മൾ പറയും പാരൻസിൽ നിന്ന് അല്ലെങ്കിൽ ജെനറ്റിക് ആയിട്ട് കിട്ടുന്നത്. ബാക്കി 75% നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് കിട്ടുന്നത്. ഹിപ്നോതെറാപ്പി ചെയ്യുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് അവരുടെ ചൈൽഡ്ഹുഡ് അത് അവരുടെ അടുത്ത് നമ്മളുടെ അടുത്ത് പറയാനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറയും. ആ സമയത്താണ് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. ആങ്സൈറ്റി വരാറുണ്ട്, ഡിപ്രഷൻ വരാറുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നത്. അതൊക്കെ ഡിപ്രഷൻ, ആങ്സൈറ്റി, സ്ട്രെസ്സ് ഇതൊക്കെ ന്യൂറോട്ടിക്കാണ്. ഇതുപോലെ തന്നെ ഒരാളിൽ വേരുറച്ച് കഴിയുന്ന ഒന്നാണ് ഈ സൈക്കോട്ടിക് ആയിക്കഴിഞ്ഞാലും അതുപോലെ തന്നെ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ആയിക്കഴിഞ്ഞാലും. ഒരുപാട് സിനിമകളിലൂടെ നമുക്കത് കാണിച്ചു തന്നിട്ട്. പക്ഷേ ഇപ്പോഴും നമ്മൾ പഴയതുപോലെ തന്നെയാണ്. കുട്ടികളോട് എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ളത് നമുക്കൊന്നും അറിയില്ല. പാരൻസിനായിക്കഴിഞ്ഞാലും സൊസൈറ്റിക്കായിക്കഴിഞ്ഞാലും ഒന്നും നമുക്ക് അറിയില്ല. ഒരു കുട്ടിയെ വളർത്തപ്പെടുന്നത്, നമ്മുടെ നാളത്തെ സമൂഹത്തിന് വേണ്ടി അവനെ വളർത്തിക്കൊണ്ടുവരുന്നത് അവൻ്റെ ഈ ചൈൽഡ്ഹുഡാണെന്ന് ഒന്ന് ഓർത്തു വെച്ചാൽ നന്നായിരിക്കും. അതുപോലെ തന്നെ ഈ ട്രോമാസൊക്കെ മാറ്റണമെങ്കിൽ ഹിപ്നോതെറാപ്പി കൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റുകയും ചെയ്യും.